അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 101-ാം സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപക ദിന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിനിടയിൽ സമസ്തയിലേക്ക് താൻ കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അറിയാതെ വിതുമ്പിപ്പോകുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. അതിൻ്റെ വാർത്ത വീഡിയോ സഹിതം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. സമസ്തയുടെ പിളർപ്പിനെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പിപ്പോകുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ് എല്ലാ ചാനലുകാരും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഉസ്താദ് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എന്നാലും ആ ഭാഗം ഒന്ന് കേട്ടിട്ട് മാത്രമേ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. അതൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് ആദ്യമേ അറിയിക്കുകയാണ്. മഹാനവറുകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇത് കാറ്റിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കാഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്തകരുടെ ചിന്തയത്തിലൂടെ എളിയ പ്രവർത്തകനായി ഞാൻ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്ന് സമസ്തയിലേക്ക് വന്ന സാഹചര്യവും അതിനിടയായത് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തനിക്ക് കത്തയച്ചതും ഒക്കെയാണ് കാന്തപുരം ഉസ്താദ് പറയുന്നത്. അതിനുശേഷം ഷംസുൽ ഉലമയോട് ചേർന്നുകൊണ്ട് സമസ്തയുടെ മിക്ക പ്രവർത്തനങ്ങളിലും താൻ പങ്കാളിയായതും പിന്നീട് ചില ദുഷ്ടശക്തികൾ കുതന്ത്രം മെനഞ്ഞെടുത്ത് തങ്ങളെ അകറ്റിക്കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഞാൻ എപ്പോഴും അത് ആലോചിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് വിതുമ്പി കരയുന്നത്. ആ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. ആ വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിലും കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ മുൻകാലങ്ങളിൽ കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചിരുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും അതേപോലെ തന്നെ EK വിഭാഗം സമസ്തയുടെ നേതാക്കളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഉസ്താദിനെ വിമർശിക്കുകയോ ഉസ്താദിനെ പരിഹസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ അന്ന് കാന്തപുരം ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും അകറ്റാൻ വേണ്ടി കുതന്ത്രം മെനഞ്ഞവരാണ് ഇന്നും സമസ്തയുടെ പിളർപ്പിന് വേണ്ടി കളിക്കുന്നത് എന്ന തരത്തിലാണ് അവരുടെയൊക്കെ പോസ്റ്റുള്ളത്. അതല്ലാതെ അന്ന് കാന്തപുരം ഉസ്താദ് ഇറങ്ങിപ്പോന്നതാണെന്നോ അതല്ലെങ്കിൽ ഇറങ്ങിപ്പോന്നതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നോ ഒന്നും അവരാരും പ്രതിപാദിച്ചിട്ടില്ല. ഒരു കാര്യം അവരൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട്. അന്ന് ഷംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും ഒന്നിച്ചു നിന്നാൽ നമ്മുടെ കേരളത്തിൽ വഹാബികളെ കുഴിച്ചു മൂടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ തമ്മിൽ അകറ്റിയത് എന്ന് അവരൊക്കെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആരാണ് ഈ ഒരു വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ പരിഹസിക്കുന്നത്? അന്ന് സമസ്ത പിളർത്തിയതിൽ തനിക്ക് ഖേദമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് വിതുമ്പുന്നതെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അന്നത്തെ മുഷാവറിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് കൊണ്ട് തനിക്ക് ഖേദമുണ്ടെന്ന്, അതുകൊണ്ടാണ് താൻ വിതുമ്പുന്നതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്. പലരും പല രീതിയിൽ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. ഇവിടെ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കാന്തപുരം ഉസ്താദ് സമസ്തയിൽ വന്നതിന് ശേഷം EK അബൂബക്കർ മുസ്ലിയുമായിട്ട് ഒന്നിച്ച് നടത്തിയ പോരാട്ടം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളുമൊക്കെ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1985 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന 60-ാം വാർഷിക സമ്മേളനം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നത്. അതുവരെ കേരളീയ മുസ്ലിങ്ങൾ കാണാത്ത രീതിയിലുള്ള വലിയ ജനസാഗരം ഒഴുകിയെത്തിയ ഒരു സമ്മേളനം. ആ സമ്മേളന വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദുമായിരുന്നു. ആ സമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ സ്വാഗത പ്രസംഗം ഇന്നും നമ്മളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നടത്തിയ പ്രഭാഷണം തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ജനസാഗരത്തെ നിയന്ത്രിച്ച ആ ഒരു അനുഭവങ്ങളൊക്കെ പലരും പറയുമ്പോൾ നമ്മളെ വല്ലാതെ കോരിത്തെരിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ വിപ്ലവം തന്നെയായിരുന്നു ആ 60-ാം വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ വിജയശില്പികളായ കാന്തപുരം ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും കേരളീയ മുസ്ലിങ്ങൾ നെഞ്ചേറ്റിയത് അന്ന് കേരളീയ ജനത കണ്ടതാണ്.
ആ സമ്മേളനം സമാപിച്ചതോടുകൂടി ഉറക്കം നഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട വഹാബികൾ ഇവരെ തമ്മിൽ തെറ്റിക്കാതെ തങ്ങൾക്കിനി കേരളത്തിൽ ഒരു വളർച്ചയുമില്ല എന്ന് മനസ്സിലാക്കി, അതല്ലെങ്കിൽ ഇവരൊരുമിച്ച് പ്രവർത്തിച്ചാൽ അത് തങ്ങളുടെ അന്ത്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ വഹാബികൾ ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും അവർ നടപ്പിലാക്കിയെങ്കിലും അതിലൊന്നും ഇവരെ തെറ്റിക്കാനോ ഇവരെ അകറ്റാനോ സാധിച്ചില്ല. അവസാനം അവർ അധികാരത്തെ കയ്യിലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തെ മറയാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് പിന്നീട് 1989 ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ രണ്ട് രീതിയിൽ പിളർന്ന് രണ്ട് സമസ്തയായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. സമസ്തയെ പിളർത്തുന്നതിൽ നമ്മുടെ നാട്ടിലെ വഹാബികൾ രാഷ്ട്രീയത്തെയും അധികാരത്തെയും മറയാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലം 1989 അവർക്ക് കണ്ടു. ആ 89 ശേഷം ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വഹാബികൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടെ എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് ചെയ്തു കൂട്ടിയത്. അതിൽ ചില ആളുകൾ പെട്ടുപോയിട്ടുണ്ടെന്നത് വസ്തുതയാണ്. ചരിത്രം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും. ചില ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെന്നത് വസ്തുതയാണ്. എന്നും അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. വഹാബികൾ ചില രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തി കളിക്കുന്ന കളികൾ ഇന്നും അത് നടക്കുന്നുണ്ടല്ലോ. ചില ആളുകൾ ഇന്നും അതിൽ പെട്ടുപോകുന്നുണ്ടല്ലോ. ആ ഒരു കാരണം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് ഇ കെ വിഭാഗം സമസ്തയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്ത് കൂടി നമ്മൾ കണ്ടില്ലേ, ഇ കെ വിഭാഗം സമസ്ത നിരോധിച്ച ഒരു പ്രസ്ഥാനമാണ് വാഫി വഫിയ. അതേ വാഫി വഫിയയുടെ ഒരു പരിപാടിയിലാണ് ഇ കെ വിഭാഗം സമസ്തയുടെ കീഴ്ഘടകത്തിൻ്റെ ഉന്നതനായ 1-2 നേതാക്കൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അന്നത്തെ കളിയുടെ ഒരു ബാക്കി കളിയാണെന്ന് ബുദ്ധിയുള്ള കോമൺ സെൻസുള്ള ആർക്കും ഊഹിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ വർഷങ്ങളോളം വഹാബികൾ ഈ കുതന്ത്രങ്ങൾ പയറ്റിയതിനെ തുടർന്ന് സമസ്തക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴാണ് 1989 മുഷാവറയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾക്കും കാന്തപുരം ഉസ്താദിനും 9 മുഷാവറ അംഗങ്ങൾക്കും ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. പക്ഷേ അതിനുശേഷവും കാന്തപുരം ഉസ്താദ് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ ഇതുവരെയായിട്ട് ചീത്ത പറഞ്ഞിട്ടില്ല. വിമർശകർ ഇപ്പോഴും പലതും ആരോപിക്കുന്നുണ്ട്. ഇ കെ ഉസ്താദിനെ ധിക്കരിച്ചു, ചീത്ത പറഞ്ഞു, ഇ കെ ഉസ്താദിനെ തെറി പറഞ്ഞു, എന്തൊക്കെയാണ് ആരോപണങ്ങൾ. അതിലൊന്നും ഒരു വസ്തുതയില്ല. അവർക്കൊന്നും ഒരു തെളിവും കാണിക്കാൻ കഴിയില്ല. ഇതുവരെ ആയിട്ടും ഷംസുൽ ഉലമയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഷംസുൽ ഉലമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരം എ പി ഉസ്താദിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കാർക്കും കേൾക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ. അവർ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഉസ്താദ് ഷംസുൽ ഉലമയുടെ പേര് പറയുമ്പോഴേക്കും ഉസ്താദ് ദുആ ചെയ്യാറാണ് പതിവുള്ളത്. കഴിഞ്ഞ ദിവസവും നമുക്കത് കേൾക്കാൻ കഴിഞ്ഞു. സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ സമസ്തയുടെ പഴയകാല അനുഭവങ്ങളും ചരിത്രങ്ങളും പറയേണ്ടി വരും, സ്വാഭാവികമാണ്. അപ്പോൾ തന്നെ സമസ്തയിലേക്ക് ക്ഷണിച്ചത് ആരാണ് ഉസ്താദ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയാണെന്ന് മറച്ചു വെക്കാതെ വ്യക്തമായിട്ട് സത്യം തുറന്നു പറഞ്ഞു. അതോടൊപ്പം ഷംസുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഇത് തന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ കാന്തപുരം ഉസ്താദിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ഉസ്താദിനെ വിമർശിക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കാണിച്ചിട്ട് പോരെ ഈ കമൻറ്റുകളൊക്കെ ഇടുന്നത്. ഉസ്താദിനോട് ദേഷ്യമുണ്ട് എന്ന് കരുതിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുകയാണ്. ഇവരുടെയൊക്കെ കമൻറ്റ് കണ്ടാൽ തോന്നും ഷംസുൽ ഉലമയ്ക്ക് ആ പിളർപ്പിൽ യാതൊരു ഖേദവും ഇല്ലായിരുന്നു എന്നുള്ളത്. ഉണ്ടായിരുന്നു. ഷംസുൽ ഉലമ ആ അവസാന കാലത്ത് രോഗത്തിൽ കിടന്ന സമയത്ത് 89 സമസ്ത പിളർന്നതിൽ വളരെയധികം ഖേദിക്കുന്നു എന്ന് അബ്ദുറഹ്മാൻ കല്ലായിയോട് പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ കല്ലായി അത് ചന്ദ്രികയിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചവരാണ് എന്നെ കേൾക്കുന്നവരിൽ പലരും. അപ്പോൾ അന്നത്തെ പിളർപ്പിൽ കാന്തപുരം ഉസ്താദിന് മാത്രമല്ല സങ്കടമുള്ളത്. സമസ്തയെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും സങ്കടമുണ്ട്. പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദിന് സങ്കടം ഉണ്ടാവും, ഷംസുൽ ഉലമയ്ക്ക് സങ്കടമുണ്ട്. അപ്പോൾ ഈ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ സാഹചര്യത്തിൽ ഉസ്താദ് അത് പങ്കുവെച്ചപ്പോൾ അറിയാതെ ഒന്ന് വിതുമ്പിപ്പോയി എന്ന് മാത്രം. ഉസ്താദ് വിതുമ്പി കരയുന്നത് ഇവരൊന്നും മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് സമസ്ത പിളർന്നത് കൊണ്ട് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. ഇരുവിഭാഗം സമസ്തക്കാരും മത്സരിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയും മത്സരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ നേട്ടം നമ്മുടെ ഈ സമൂഹത്തിനാണ് ലഭിച്ചത്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് രണ്ട് കൂട്ടരും മത്സരിച്ച് പ്രവർത്തിച്ചപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഗുണമുണ്ടായിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഒരുപാട് പ്രഭാഷകരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ പിളർപ്പ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഈ വിമർശകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മയുള്ള മനസ്സിന്നേ അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മനസ്സിന്ന് ഇത്തരം സങ്കടങ്ങൾ പുറത്തു വരൂ. അല്ലാതെ ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നും പറയുന്ന കാപ്പട്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കൊന്നും ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ വരില്ല. അവരിൽ നിന്ന് ഇത്തരം വിതുമ്പിക്കരച്ചിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കേവലം പരിഹാസങ്ങളും തെറിയഭിഷേകങ്ങളും കളവുകളും മാത്രമേ അവരുടെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കൂ. ഇവരൊക്കെ പറയുന്നത് പോലെ ഷംസുൽ ഉലമയെ ഒരു ശത്രുവായിട്ടാണ് കാന്തപുരം ഉസ്താദ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഷംസുൽ ഉലമയാണ് തൻ്റെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് എന്ന് മറച്ചു വെക്കാമായിരുന്നല്ലോ. അത് തുറന്നു പറയേണ്ട യാതൊരു കാര്യം ഇപ്പോൾ എ പി ഉസ്താദിനില്ല. എന്നിട്ടും താൻ അത് പറഞ്ഞാലും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പല രീതിയിൽ കുപ്രചരണം നടത്തി അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനസ്സിലാക്കിയിട്ടും കാന്തപുരം ഉസ്താദ് ആ വസ്തുത സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിൽ സമസ്തയുടെ കൃത്യമായ ചരിത്രം ഞാൻ ഈ ചാനലിലൂടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം അത് വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് ഞാൻ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒരിക്കലും നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കൂല. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങളെല്ലാവരും അത് മുഴുവനായിട്ടും കാണണം. ആ ചരിത്രത്തിൽ അന്ന് നടന്ന വസ്തുതകളും അതിനു മുമ്പായി ഉണ്ടായ പ്രശ്നങ്ങളും പിളരാനുണ്ടായ സാഹചര്യവും പിളർന്നതിന് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എ പി ഉസ്താദ് സമസ്തയിലേക്ക് വരാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചല്ലോ. ആ ഒരു സാഹചര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവം എന്ന പുസ്തകത്തിൽ ആ ഒരു സാഹചര്യം കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. എ പി ഉസ്താദ് സമസ്തയിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് സമസ്തയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നായിരുന്നല്ലോ സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും. ആ സംവാദങ്ങൾക്കും ഖണ്ഡന പ്രസംഗങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മഹാൻ തന്നെയായിരുന്നു അന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സംവാദങ്ങൾക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കത്തയക്കുന്നത് സമസ്തയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇ കെ ഹസൻ മുസ്ലിയാർ, ഇത് കാന്തപുരം ഉസ്താദ് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആത്മകഥയാണ്. ഇ കെ ഹസൻ മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഞാൻ വീണ്ടും പൂടൂരിൽ പോയി. പാലക്കാട് ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചും ഒറ്റയ്ക്കും സംവാദങ്ങളും പ്രസംഗങ്ങളും നടത്തി. ഒട്ടേറെ മുജാഹിദുകൾ ഉണ്ടായിരുന്ന പറളിയിൽ ആളുകൾ കുടുംബസമേതം കൂട്ടമായി അഹ്ലുസുന്നയുടെ ആശയങ്ങളിലേക്ക് തിരിച്ചു വന്നു. തുടർന്ന് സുന്നികൾക്ക് വേണ്ടി ഒരു പള്ളിയുടെ ശിലാസ്ഥാപനം കൂടി നടത്തിയാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. മസ്ജിദുൽ ഫാറൂഖ് എന്ന പേരിൽ പറളിയിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളി ആ സംവാദ വിജയത്തിൻ്റെ അടയാളം കൂടിയാണ്. പൂടൂരിലെ സംവാദം കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ സമസ്തയുടെ ഒരു മുഷാവറ ചേരുകയുണ്ടായി. അതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയുടെ പേരിലുള്ള, അതായത് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള ഒരു കത്ത് ഏപ്രിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടി. പാലക്കാട് ജന്നത്തുൽ ഉലൂം എന്ന സ്ഥാപനത്തിൽ വെച്ച് സമസ്തയുടെ ഒരു മുഷാവറ യോഗം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒരു കത്ത് കിട്ടുകയാണ് ഷംസുൽ ഉലമയുടെ പേരിൽ. ആ മുഷാവറ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് അന്നൊന്നും എ പി ഉസ്താദ് മുഷാവറയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തായിരിക്കും. 21-ാം തീയതിയായിരുന്നു മുഷാവറ യോഗം. രാവിലെ തന്നെ പാലക്കാടെത്തി. 1974 ആ യോഗത്തിൽ വെച്ചാണ് കേന്ദ്ര മുഷാവറ അംഗമായി എൻ്റെ പേര് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നിർദ്ദേശിച്ചത്. 1974 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുഷാവറയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കാര്യമാണ് പറയുന്നത്. ഞാനന്ന് സമസ്ത കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കാന്തപുരത്തെ മുദരിസുമായിരുന്നു. അതായത് സമസ്ത മുഷാവറയിലേക്ക് കടന്നു വന്ന സമയത്ത് സമസ്തയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അതേ യോഗത്തിൽ വെച്ച് തന്നെ ജോയിൻ്റ് സെക്രട്ടറിയുടെ ചുമതലയും തനിക്കു നൽകി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1974 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമസ്തയുടെ ജോയിൻ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. ഇന്ന് 2026 52 വർഷമായി ജോയിൻ്റ് സെക്രട്ടറി ആയിട്ടും സമസ്തയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്തയിൽ എടുത്ത ഉടനെ ജോയിൻ്റ് സെക്രട്ടറി ആക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല.
അത്യപൂർവമായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. അത്രയും കഴിവും ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സംഘടനയിലേക്ക് എടുത്ത ഉടനെ ആ സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കാന്നൊക്കെ പറയുമ്പോൾ ഇത് കേവലം ഒരു യൂണിറ്റ് കമ്മിറ്റി അല്ല കേട്ടോ, സമസ്ത കേന്ദ്ര മുഷാവറയാണിത്. സമസ്ത കേന്ദ്ര മുഷാവറയിലേക്ക് ഒരാളെ എടുത്ത സമയത്ത് ഉടനെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കാന്നൊക്കെ പറയുമ്പോൾ അതുവരെയുള്ള സീനിയർ നേതാക്കന്മാർ, സീനിയർ പണ്ഡിതന്മാരൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത്രത്തോളം വലിയ കഴിവും ആത്മാർത്ഥതയും AP ഉസ്താദിനുണ്ടായത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് സമസ്തയിലേക്ക് എടുക്കുന്നത്. വിമർശകരായ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അതിനുശേഷം പിന്നീട് ഒരുപാട് സംവാദത്തിന് പോകുന്ന കാര്യങ്ങളും ഖണ്ഡന പ്രസംഗത്തിന് പോകുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ വിശ്വാസപൂർവ്വം ഒന്ന് വായിച്ചാൽ അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാൻ പറ്റും. AP ഉസ്താദിൻ്റെ സ്വഭാവങ്ങളും AP ഉസ്താദിൻ്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാൻ പറ്റും. ഈ പുസ്തകം വായിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വായിക്കുക. ഈ സമസ്തയുടെ സ്ഥാപക ദിനത്തിനോ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടോ ഇതൊക്കെ ഒന്ന് വാങ്ങി മുഴുവനായിട്ടും വായിച്ചാൽ വിമർശകരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതൊന്നും അല്ല കാന്തപുരം ഉസ്താദ് എന്നുള്ളത്. അല്ലാതെ വെറുതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന് ഉസ്താദിനെ തെറി പറയാനും പരിഹസിക്കാനും മുതിരാന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. നിങ്ങൾ ഈമാനിന് തന്നെ അത് വലിയ കോട്ടം തട്ടും. വെറുതെ എന്തിനാ ആഖിറം നഷ്ടപ്പെടുത്തുന്നത്? എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് AP ഉസ്താദ് വരുത്തി വെക്കുന്നുണ്ടോ? മുമ്പ് വിമർശിച്ച ആളുകൾ പോലും ഇപ്പോൾ അടുക്കാനും ഒരുമിക്കാനും മത്സരിക്കുമ്പോൾ ഇനിയും നേരം വെളുക്കാത്ത ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. സത്യം മനസ്സിലാക്കാനൊന്നും അവർക്കൊരു തൗഫീക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് അവരുടെ പരിഹാസങ്ങൾ കൊണ്ടോ അവരുടെ തെറികൾ കൊണ്ടോ കാന്തപുരം ഉസ്താദിനോ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന സമസ്തക്കോ ഒരു ചുക്കും സംഭവിക്കൂല. ഉയർന്നു പോകാന്നല്ലാതെ ഒരു വീഴ്ചയില്ല, ഒരു കോട്ടവുമില്ല. മറിച്ച് നഷ്ടം സംഭവിക്കുന്ന ആർക്കായിരിക്കും? ഈ വിമർശിക്കുന്ന, ഈ പരിഹസിക്കുന്ന ആൾക്കായിരിക്കും. അവരുടെ ആഖിറം നഷ്ടപ്പെടുമെന്നല്ലാതെ ഉസ്താദിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. ആരൊക്കെയോ പടച്ചുവിട്ട വ്യാജ പ്രചരണങ്ങൾക്ക് വേണ്ടി, ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ആഖിറം നഷ്ടപ്പെടുത്തി വെക്കണോ? എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കുക, പഠിക്കുക, ചരിത്രങ്ങൾ വായിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. വെറുതെ ഊഹാപോഹങ്ങൾ കൊണ്ട് നടന്ന് അല്ലെങ്കിൽ ആരൊക്കെയോ കളവുകൾ ഉള്ളിൽ കയറ്റിക്കൊണ്ട് ഈ പണ്ഡിതന്മാരെ തെറി പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം, അതിൻ്റെ ആരംഭം ഈ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. നിങ്ങളെല്ലാവരും കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.